ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റിയും സോഫ്റ്റും ആയിട്ടുള്ള പൊറോട്ടയാണ്. അതുപോലെ തന്നെ വീശി അടിക്കാതെയും ഒത്തിരി നേരം കുഴയ്ക്കാതെയുമാണ് നമ്മൾ ഈ പൊറോട്ട തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 250 ml മെഷറിംഗ് കപ്പിൽ 2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ ഇടുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് 1 എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്തതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് ചെറുചൂടുപാല് കുറേശ്ശെയായിട്ട് ചേർത്ത് കൈകൊണ്ട് നല്ലതുപോലെ കുഴച്ചെടുക്കുന്നുണ്ട്. പാല് തന്നെ ചേർത്ത് കൊടുക്കണമെന്നില്ല കേട്ടോ, ചൂടുവെള്ളം ചേർത്താലും മതി. പാല് ചേർക്കുമ്പോൾ പൊറോട്ടയ്ക്ക് നല്ല സോഫ്റ്റും ടേസ്റ്റും ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പാല് യൂസ് ചെയ്തിരിക്കുന്നത്. 1/2 കപ്പ് പാലെന്ന് പറയുമ്പോൾ 125 ml മെഷറിംഗ് കപ്പിലാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു സ്ട്രക്ചറിലായിരിക്കും നമ്മുടെ മാവ് ഉണ്ടാവുക. ഈ ടൈമിൽ മാവ് കുഴച്ചെടുക്കുമ്പോൾ കയ്യിലൊക്കെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. 5 മിനിറ്റ് നമുക്ക് ഇതേ രീതിയിലൊന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ പൊടി കൂടെ നമുക്ക് മാവിൽ ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ 5 മിനിറ്റ് നല്ലതുപോലെ ഈ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പൊടിയൊന്നും കൂടുതലായിട്ട് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഈ ഒരു സ്ട്രക്ചർ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ മാവ് കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റുവാണ്. കൗണ്ടർ ടോപ്പിൽ കുറച്ച് എണ്ണ തടവി മാവ് കൗണ്ടർ ടോപ്പിലിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കാം. ആദ്യം ചെറുതായി ഒന്ന് ഇടിച്ച് മാവ് ഇതുപോലെ കുഴച്ചെടുക്കാം. അതിനുശേഷം സ്ട്രെച്ച് ചെയ്ത് ഫോൾഡ് ചെയ്ത് പരത്തിയെടുക്കാം. ഇതുപോലെ. അപ്പോൾ ഞാൻ 10 മിനിറ്റ് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സോഫ്റ്റ്നെസ് വേണം കേട്ടോ നമ്മുടെ മാവിന്. അതിനുശേഷം മാവിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് എണ്ണ തടവി കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ മാവ് അതേ ബൗളിൽ തന്നെ കുറച്ച് എണ്ണ തടവി 2.5 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. മുകളിലായിട്ട് ഒരു പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ മാവ് 5 ബോൾസ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. സെയിം ബൗളിൽ തന്നെ 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. കൂടെ മുകളിൽ പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ കൗണ്ടർ ടോപ്പിൽ കുറച്ച് എണ്ണ തടവി ചപ്പാത്തി കോലിലും കുറച്ച് എണ്ണ തടവി കൊടുക്കുന്നുണ്ട്. ഓരോ ബോൾസും നല്ല നൈസായിട്ട് നമുക്ക് പരത്തിയെടുക്കണം. ഇതുപോലെ. അപ്പോൾ ഞാൻ വളരെ നൈസായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ ഒന്ന് പുരട്ടി കൊടുക്കാം. നിങ്ങൾക്ക് നെയ്യ് പുരട്ടി കൊടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെയ്യ് പുരട്ടി കൊടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എണ്ണ നന്നായിട്ട് പുരട്ടി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് പൊടി കൂടി ഒന്ന് തൂക്കി കൊടുക്കണം. എന്നിട്ട് നമ്മളിത് ഒരു കത്തി ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് മുറിച്ച് കൊടുക്കണം. അറ്റത്ത് കുറച്ച് ഭാഗം മുറിക്കാതെ ഇതുപോലെ വയ്ക്കണം കേട്ടോ. അതിനുശേഷം ഈ ഒരു അറ്റത്തു നിന്ന് ഇതുപോലെ പതിയെ പൊക്കിയെടുക്കണം. പൊക്കിയെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലെയേഴ്സ് കാണാൻ പറ്റും. ഇനി ഈ ലെയേഴ്സ് നിവർന്നു പോവാതെ പതിയെ ഒന്ന് ചുറ്റിയെടുത്താൽ മതി. ബാക്കി വരുന്നത് ഇതുപോലെ പുറകിലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ തടവി നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ എല്ലാ ബോൾസും ഞാൻ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ആദ്യം ഷേപ്പ് ചെയ്ത് വെച്ച ബോൾ തന്നെ നിങ്ങൾ എടുക്കണം കേട്ടോ. ഇതുപോലെ നമുക്ക് കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാവരും ഇതുപോലെ പരത്തി വെച്ചിട്ടുണ്ട്. ഒത്തിരി പൊറോട്ടയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ എല്ലാവരും ഇതുപോലെ പരത്തി വെക്കരുത്. 4 or 5 ഇതുപോലെ ചെയ്തെടുത്താൽ മതി. കൂടുതൽ നമ്മൾ പരത്തി വെച്ചാൽ മോൾ ഭാഗം ഡ്രൈ ആയി പോകാനായിട്ട് സാധ്യതയുണ്ട്. ഇനി നമുക്കിത് ഓരോന്ന് ചുട്ടെടുക്കാം.
അപ്പോൾ തവ നല്ലതുപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വേണം കേട്ടോ ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യ് കൂടെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓയിലായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് മറിച്ചിടാം. 2 സൈഡും ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിത് കുക്ക് ചെയ്യാം. അപ്പോൾ ഒരു പൊറോട്ടയുടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കാസറോളിലോ മറ്റോ ചൂടാറാതെ ഇട്ട് വയ്ക്കാം. 4-5 ചുട്ട് കഴിയുമ്പോൾ ചൂടിനെ തന്നെ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ പൊറോട്ട സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പൊറോട്ട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, ബൈ.